പ്രതിപക്ഷം ഉന്നയിച്ചൊരു വിഷയം അത്യന്തം ഗൗരവകരമാണ് എന്ന് ഭരണപക്ഷ എം എൽ എക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഭരണപക്ഷ എം എൽ എ തന്നെ പരസ്യമായി പ്രതികരിക്കാൻ വേണ്ടി നിന്നു. ആ ഭരണപക്ഷ എം എൽ എ പരസ്യമായി പ്രതികരിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ സ്വാഭാവികമായ ഒന്നാണ്, സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒന്നാണ്. അതിന് മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. ആ വാർത്തകളിലൂടെ അൻവർ വീണ്ടും വീണ്ടും തെളിവുകൾ പുറത്തുവിട്ടു. നോക്ക്, ഏറ്റവും പരമപ്രധാനമായ ഗൗരവമുള്ള വിഷയമല്ലേ ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പോലീസിലെ RSS ബന്ധം. അൻവർ എങ്ങോട്ട് പോകുന്നു, അൻവറിനെ CPM ഡൈവേഴ്സ് ചെയ്തോ അല്ല ഇനി അവർ രണ്ടാമത് പുനർവിവാഹം നടത്തുമോ എന്നല്ലല്ലോ നമ്മുടെ പ്രശ്നം. അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഈ പാർട്ടി എടുത്ത നിലപാടെന്താണ്, ഗവൺമെന്റ് എടുക്കുന്ന ഒരു നിലപാടെന്താണ്? RSSും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് ഈ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. അൻവർ മാത്രം പറഞ്ഞ കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയാം, VD സതീശനാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആദ്യമായിട്ട് പറഞ്ഞു. ഈ വിഷയത്തിൽ ഗവൺമെന്റ് പ്രതികരണം, അന്വേഷണം പോലും എത്രമേൽ പരാജയമായ രൂപത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ഇതിനെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യപ്പെടണ്ടേ? കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം പോലീസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. സ്വർണം പൊട്ടിക്കൽ, സ്വർണം തട്ടിയെടുക്കൽ, ഈ ഗുണ്ടാ സംഘയോട് ചേർന്ന് നിൽക്കൽ, പോലീസ് തന്നെ കൊലപാതകളായി മാറുന്നത്, ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നത്, എല്ലാ വാർത്തകളും പുറത്തു വരുന്നു. ഇപ്പോ CPM പറയാണ് തെരുവിലിറങ്ങണം നിങ്ങളുടെ ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ. അതോട് വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഈ സബ്ജക്റ്റിൽ നിന്ന് മാറുകയാണ്. അൻവറുമായ ഒരു തുറന്ന യുദ്ധത്തിന് CPM, അതിനുവേണ്ടി CPMന്റെ സഖാക്കൾ രംഗത്തിറങ്ങുന്നു. ഇത് മലപ്പുറത്ത് കോലം കത്തിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ തെരുവിന് മുഴുവൻ പ്രകടനം നടത്തുന്നു. അൻവറുമായി CPM നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചല്ല മാധ്യമങ്ങളോ നമ്മളോ ചർച്ച ചെയ്യേണ്ടത്. അൻവർ പുറത്തുവിട്ട വിഷയം, അൻവർ ഒരു ശുദ്ധനാണെന്നോ പരിശുദ്ധനാണെന്നോ അഭിപ്രായം ഞങ്ങൾക്കില്ല. അൻവറിനെ തള്ളാനോ കൊള്ളാനോ ഞങ്ങളില്ല. കാരണം അൻവറിന്റെ ഇന്നലെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അൻവർ